ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ സാധാരണ നമ്മൾ കാണുന്ന കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ കൂടുതലും പെൺകുട്ടികളാണോ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ പെൺകുട്ടികൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അതായത് ചിലപ്പോൾ ദേഷ്യം വന്നു കഴിയുമ്പോഴൊക്കെ സാധാരണ ലേഡീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് കുഞ്ഞതായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വാശി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ ദേഷ്യം കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ കുറേ ദിവസത്തേക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ എപ്പോഴും ദേഷ്യം ഇങ്ങനെ കൊടുക്കൊണ്ട് നടക്കാറില്ല. ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ മറക്കണം, അല്ലെങ്കിൽ അതിന് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർ ദേഷ്യമൊന്നും വലിയ രീതിയിൽ അങ്ങനെ കൊണ്ട് നടക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ വഴക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അവരുടെ പുറകെ പോവുകയോ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തിരുന്ന യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങോട്ട് അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന അവരുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾ നഷ്ടമായേക്കാം, അതിനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു പേടി വരികയും അതിൻ്റെ പേരിൽ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് നോട്ടീസ് എന്നുള്ളതാണ്. അതായത് നോട്ടീസ് ചെയ്തതുപോലെ നിങ്ങൾ കാണിക്കരുത്. അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത പോലെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം ഇങ്ങനെ കൊണ്ട് നടക്കാതെ അതിൻ്റെ പേരിൽ അവർക്ക് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുമായിരുന്നത് ആ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ അവരെങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങൾ സ്ട്രോങ് ആണെന്ന് തോന്നലുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ല നമുക്ക് വേണ്ടത്. പകരം നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, മറ്റുള്ളവർ ഇല്ലെങ്കിലും മീൻസ് അവരില്ലെങ്കിൽ പോലും നിങ്ങൾ ഓക്കെ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്. സോ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരിങ്ങനെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഡെയിലി റുട്ടീനുമായിട്ടൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുകൂടി നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എൻജോയ് അതർ പീപ്പിൾസ് കമ്പനി എന്നുള്ളതാണ്. അതായത് മറ്റുള്ള ആളുകളുടെ കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്യുക. മറ്റുള്ളവരുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഇവരുടെ കൂടെയൊക്കെ നിങ്ങൾ മാക്സിമം ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും വിധേന അവരറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആണ് എന്നുള്ളത്. അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണ്. ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാനായിട്ട് അവിടെ ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കുന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരുടെ സ്പേസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനം നമുക്ക് മറ്റാർക്കും കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനൊന്നും പറ്റുണ്ടാവില്ല. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ പെരുമാറാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, അവരുടെ മുമ്പിൽ കാണിക്കേണ്ടത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് അവരില്ലെങ്കിൽ കൂടി നിങ്ങൾ ഓക്കെയാണ്, ആ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഫില്ലാണ്, അങ്ങനെ ഒരാളില്ലാന്ന് കരുതിയിട്ട് ഞാനിവിടെ കരഞ്ഞു പിഴിഞ്ഞിരിക്കുമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് പുറത്ത് പോവാം, എൻജോയ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ടൈം ഫുൾ നിങ്ങൾ ഹാപ്പിയാണ് എന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷകരമായ ലൈഫ് അവരറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഉറപ്പുവരുത്താന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയൊക്കെ അവർക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ അവരെ അറിയിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവരറിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അറിയാണ് വേണ്ടത്. അത് നിങ്ങൾ അവരില്ലെങ്കിലും ഹാപ്പിയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർ നിങ്ങളെ മിസ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരറിയാതെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവർ വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ അവരറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അത് അറിയുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ ടോട്ടലി ടയേർഡ് ഉണ്ടാവും. അതായത് അയ്യോ ആള് ഭയങ്കര ഹാപ്പിയാണ്, അപ്പം ഞാനാണ് അവോയ്ഡ് ചെയ്തത്, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ്, ഞാനാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. സാധാരണ എല്ലാവരും എങ്ങനെയാണെന്നറിയോ, നമ്മളെ ഒരാൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്
അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരാൾ ബ്രേക്കപ്പ് ആക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ അവരങ്ങനെ ബ്രേക്കപ്പ് ആക്കുന്നു, അവര് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുന്നു എന്നറിയുന്നത് നമുക്ക് സങ്കടം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അവരെ അതിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അത് എല്ലാ ആളുകളും അങ്ങനെയാണ്. ഇവിടെയും അതേപോലെ തന്നെ സംഭവിക്കാം. നിങ്ങൾ അവരില്ലാതെ ഹാപ്പി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ, ഞാനില്ലാതെ ഇയാള് ഹാപ്പി ആവരുത് എന്നവർ വിചാരിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് തിരികെ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തേക്കുക. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തുടർന്നുള്ള ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വീണ്ടും വരേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ളതുകൊണ്ട് പിന്നീട് അവർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ബിഹേവിയർ നോക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് ചെറിയ ചെറിയ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യാം. അത് നിങ്ങളോടുള്ള റെസ്പെക്ട് അവരിൽ കൂട്ടാനായിട്ട് കാരണമാകുന്നുള്ളത്. ചിലപ്പോൾ അവർക്കത് ഒരു വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള റെസ്പെക്ട് അത് അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്ന് കൂടി മനസ്സിലാകുന്ന രീതിയിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ മറ്റുള്ളവർ താഴ്ത്തി കെട്ടുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരുടെ പുറകെ പോകണം എന്ന് വിചാരിക്കുന്നതിനോടൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് തന്നെ റെസ്പെക്ട് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാനായിട്ട്. അങ്ങനെ തുറന്ന് പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അവരുടെ പുറകെ ഒരു കളിപ്പാവയായിട്ട് പോവില്ല എന്ന രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പൊതുവെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പുറകെ വരണം എന്നുള്ളതാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പുറകെ വരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് യാതൊരു വിലയും തരില്ല എന്നുള്ളത് കൂടി മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതും അവരുടെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്ത്രീകളുടെ കാര്യമല്ല, മിക്ക പുരുഷന്മാരും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ പോകണമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ പോവരുത്. ചില സമയങ്ങളിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എങ്കിലും മറ്റ് പല സമയങ്ങളിലും കൂടുതൽ നമ്മൾ അങ്ങനെ പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അവരായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് വരികയാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.